ലോകം കാത്തിരിക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുന്ന നിമിഷത്തിനായി. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ ചടങ്ങിന് സാക്ഷിയാകാൻ അയോധ്യയിലെത്തുമെന്ന് കരുതുന്നത്. വിമാനമാർഗമെത്തുന്നവർക്കായി അയോധ്യ ശ്രീറാം വിമാനത്താവളം അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. അയോധ്യ റെയിൽവേ സ്റ്റേഷനും മുഖം മാറുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിലെത്താനാകുന്ന, ഏറ്റവും സഞ്ചാരികളെ സ്വീകരിക്കാനാകുന്ന ഗതാഗത സംവിധാനങ്ങളാണ് അയോധ്യയിൽ ഒരുങ്ങുന്നത്. രാമക്ഷേത്രത്തിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി 1000-ഓളം ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ നടത്തുന്നത്. ജനുവരി 19 മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ ട്രെയിനുകൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തുക. 100 ദിവസം ഈ സർവീസുകൾ തുടരും. മിക്ക സർവീസുകളും അതിനുശേഷവും തുടരുമെന്നാണ് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മുംബൈ, ചെന്നൈ, ബംഗളൂരു, പൂനെ, കൊൽക്കത്ത, നാഗ്പൂർ, ലക്നൗ, ജമ്മു എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും ഭൂരിഭാഗം സർവീസുകളും. അതായത് ഇന്ത്യയിൽ എവിടെ നിന്നും അയോധ്യയിലേക്ക് നേരിട്ട് ട്രെയിൻ മാർഗം എത്താനുള്ള വഴിയാണ് ഒരുങ്ങുന്നതെന്ന് ചുരുക്കം. സംഘമായെത്തുന്ന വിശ്വാസികൾക്കായി ചാർട്ടർ ചെയ്ത ട്രെയിനുകളും റെയിൽവേ അനുവദിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസുകൾ അയോധ്യയിലേക്ക് കൂടുതൽ ഓടിക്കാനാണ് റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത്. ഡൽഹി ആനന്ദ് വിഹാറിൽ നിന്നായിരിക്കും അയോധ്യയിലേക്കുള്ള വന്ദേ ഭാരത് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുക. ഇതിനായി ആദ്യഘട്ടമെന്ന നിലയിൽ 8 വന്ദേ ഭാരത് ട്രെയിൻ റേക്കുകൾ നോർത്തേൺ റെയിൽവേക്ക് കൈമാറി കഴിഞ്ഞു. ആനന്ദ് വിഹാറിൽ നിന്ന് രാവിലത്തെ സമയത്തായിരിക്കും സർവീസുകൾ നടത്തുക. ഈ ട്രെയിനുകൾ 8 മണിക്കൂർ കൊണ്ട് അയോധ്യയിലെത്തും. ഇവിടെ നിന്നും ഉച്ചകഴിഞ്ഞുള്ള സമയങ്ങളിൽ മടക്കയാത്ര പുറപ്പെടും. അയോധ്യയിൽ ട്രെയിൻ കോച്ചുകളുടെ മെയിൻ്റനൻസിനുള്ള സംവിധാനവും റെയിൽവേ ഒരുക്കുന്നുണ്ട്. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ സമയത്തും അയോധ്യയിൽ നിന്നുള്ള വന്ദേ ഭാരത് സർവീസുകൾ ആരംഭിക്കും. ഇത്രയധികം ട്രെയിനുകളിലായി ദശലക്ഷക്കണക്കിന് വിശ്വാസികളായിരിക്കും അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെത്തുക. ഇവരെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കുന്ന ജോലികളും അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ ഒരുങ്ങുന്നുണ്ട്. ദിവസവും 50,000 യാത്രക്കാർക്ക് കടന്നു പോകാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. സ്റ്റേഷനിൽ നിരവധി ഫുഡ് സ്റ്റോളുകളും കൂടുതൽ ടിക്കറ്റ് കൗണ്ടറുകളും ഒരുക്കുന്നുണ്ട്. ഈ വക സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നതിന് IRCTC വലിയ തോതിലുള്ള പ്രയത്നമാണ് നടത്തുന്നത്. റെയിൽവേ ജീവനക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസമായി രാപ്പകൽ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിലാണ്. ജനുവരി 22-നാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ്. പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കും. 5 ദിവസമാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി അയോധ്യയിലുണ്ടാവുക. ലോകമെമ്പാടും നിന്ന് 10,000-കണക്കിന് അതിഥികളെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ലക്ഷക്കണക്കിന് വിശ്വാസികളായിരിക്കും രാമക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുക. 22-ന് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞാൽ 23-നായിരിക്കും രാമക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുക. തുടർന്ന് 48 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലപൂജയും നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്ന തിരക്കിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും. സുരക്ഷയ്ക്കായി ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളാണ് അയോധ്യയിലുണ്ടാവുക. അയോധ്യ മുഴുവൻ CCTV ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഉണ്ടായിരിക്കും. AI ക്യാമറ ഉപയോഗിച്ചായിരിക്കും ഡ്രോൺ നിരീക്ഷണം.